ഹലോ എവ്രി വൺ, വെൽക്കം ടു എഡ്യു വാലറ്റ്. നാളത്തെ +2 മാത്സ് ഓണപരീക്ഷയ്ക്ക് വേണ്ടി ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അതായത് എല്ലാ ടോപ്പിക്സും ഒന്നും പറയുന്നില്ല, എന്തായാലും വരും. ഏത് മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും അതിലൊക്കെ വരാറുള്ള ഒരു 6 ചോദ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. ഈ 6 കൺഫേംഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോളൂ, അതിലൊക്കെ ഈ ചോദ്യങ്ങൾ ഉണ്ടാവാറുണ്ട്. അതാണ് നമ്മൾ നോക്കാനായിട്ട് പോണത്. നമ്മൾ മെയിനായിട്ട് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, ഇൻവേഴ്സ് ട്രിഗണോമെട്രി, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ഈ 4 പാഠങ്ങൾ. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിത്തെ കണ്ടിന്യൂറ്റി മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. ഡിഫറൻഷ്യബിലിറ്റി എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും പറയുന്നില്ല. അപ്പോൾ ഈ ആദ്യത്തെ ഈ 4 പാഠങ്ങൾ, 4.5 പാഠങ്ങളിൽ നിന്നുള്ള ഏറ്റവും ഉറപ്പുള്ള ചോദ്യങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ സമാധാനമായിട്ട് നിങ്ങൾ തിരക്ക് പിടിച്ച് ടെൻഷൻ അടിച്ച് കണ്ടാൽ ഒന്നും മനസ്സിലാവില്ല. കൂളായിട്ട് ഞാൻ ഉറപ്പുള്ള 6 ചോദ്യം പഠിക്കാൻ പോവാണ്. ഈ 6 ഒരു ചോദ്യം 6 മാർക്കിൻ്റെ ചോദ്യമാണ്. ചിലത് 4 മാർക്കിൻ്റെ, ചിലത് 3 മാർക്കിൻ്റെ ആണ്. അപ്പോൾ എങ്ങനെയൊക്കെ പോയാലും നിങ്ങൾക്കൊരു 30-35 മാർക്ക് ഈ ഒരൊറ്റ വീഡിയോയിൽ നിങ്ങൾക്ക് കൺഫേം ആയിട്ടും കിട്ടും. അപ്പോൾ ഇത് കിട്ടണമെങ്കിൽ സമാധാനമായി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. വേറെ ഒന്നും ഇപ്പോൾ ചിന്തിക്കേണ്ട. ഒരു ബുക്കും പെന്നൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുക. നമുക്ക് ഈ ചോദ്യങ്ങൾ ഇപ്പം തന്നെ പഠിക്കാം. കംപ്ലീറ്റ് ആയിട്ട് വീഡിയോ കാണുക കേട്ടോ. നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ കമൻസിൽ പറഞ്ഞോളൂ. നിങ്ങളെ സജഷൻസ് ആണ് നമുക്ക് ക്ലാസ് എടുക്കുമ്പോൾ ഒരു ധൈര്യം, ഒരു കോൺഫിഡൻസ്. അതാണ്. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി നമ്മൾ ഇമ്പ്രൂവ്മെൻറ്റ് ബാച്ച് തുടങ്ങാൻ പോകുന്നുണ്ട്. താല്പര്യമുള്ളവർ വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോളൂ കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചോദ്യം ഞാൻ ഇവിടെ കാണിക്കാം. ഞാൻ വേഗം വീഡിയോ എടുക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഒന്നും ഇവിടെ എഴുതിയിട്ടില്ല. ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം. എ എന്ന് പറയുന്ന ഒരു സെറ്റ് നിങ്ങൾക്ക് തന്നു. ആർ ഇസ് ദ റിലേഷൻ. ആർ എന്ന് പറഞ്ഞ റിലേഷനുണ്ട്. ഡിഫൈൻഡ് ഓൺ എ. എ എന്ന് പറയുന്ന സെറ്റ് ഉപയോഗിച്ച് ഇവരൊരു ആർ എന്ന് പറഞ്ഞ റിലേഷൻ എഴുതിയിട്ടുണ്ട്. റൈറ്റ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് 1 മാർക്ക്. ഈസ് ആർ ഈസ് ആൻ ഈക്വാലൻസ് റിലേഷൻ, ജസ്റ്റിഫൈ. ഈക്വാലൻസ് റിലേഷൻ ആണോ എന്നൊരു ചോദ്യം എന്തായാലും നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. 1ാമത്തെ പാഠാണിത്. 1ാമത്തെ പാഠത്തിൽ ഏറ്റവും ഉറപ്പുള്ള ചോദ്യമാണ് നമ്മൾ ഫസ്റ്റ് പറയാൻ പോണത്. ആദ്യം ആ റിലേഷൻ നിങ്ങൾ എടുത്ത് എഴുതുക. എ എന്ന് പറയുന്ന സെറ്റും എടുത്ത് എഴുതുക. ഇനി ഇതിൽ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്താ, ഇതിൻ്റെ ഡൊമെയിൻ എന്താ, ഇതിൻ്റെ റേഞ്ച് എന്താന്നാണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുള്ളത്. സോ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റിലേഷൻ തന്നിട്ട് ഡൊമെയിനും റേഞ്ചും ചോദിച്ചാൽ എന്താ ചെയ്യാന്നറിയോ? ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റത്തെ എങ്ങനെ എഴുതാം? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്, 3 ഉണ്ട് അല്ലേ? അപ്പോൾ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആണ്. ഇനി റേഞ്ച് എന്ന് പറഞ്ഞാൽ 2ാമത്തെ റേഞ്ചിൽ എന്തൊക്കെ വന്നു? 2, വീണ്ടും 2 തന്നെയാണ്. പിന്നെ 1, 4, 3, 2 എല്ലാതും ഉണ്ട്. അതായത് 1, 2, 3, 4 തന്നെയാണ്. അപ്പോൾ ഇവിടെ ഡൊമെയിനും റേഞ്ചും 1, 2, 3, 4 തന്നെയാണ്. അപ്പോൾ ആദ്യത്തെ ഡൊമെയിൻ, 2ാമത്തെ റേഞ്ച് കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഈ 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ആർ ഈസ് ആൻ ഈക്വാലൻസ് റിലേഷൻ. ഈ ആർ എന്ന് പറയുന്നത് ഈക്വാലൻസ് ആണോ? അപ്പോൾ എപ്പോഴും ഒരു റിലേഷൻ നിങ്ങളെ കയ്യിൽ തന്നിട്ട് ഈക്വാലൻസ് റിലേഷൻ ആണോ എന്ന് ചോദിച്ചാൽ അതിൻ്റെ അർത്ഥം ആ റിലേഷൻ റിഫ്ലെക്സീവ് ആണോ? ഈക്വാലൻസ് ആവണമെങ്കിൽ ആ റിലേഷൻ റിഫ്ലെക്സീവ് ആവണം, സിമ്മട്രിക് ആവണം, അതേപോലെ ട്രാൻസിറ്റീവും ആവണം. ഇത് 3ഉം ആണെങ്കിൽ നമ്മൾ പറയും ആ റിലേഷൻ ഈക്വാലൻസ് റിലേഷൻ ആണ് എന്ന് നമ്മൾ പറയും. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം റിഫ്ലെക്സീവ് ആണോ നോക്കാം. റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എ, എ ബിലോങ്സ് ടു ആർ എന്ന് വരണം. ഞാനിത് 3ഉം ഒരുമിച്ച് ഇവിടെ പറയാം. അപ്പോൾ റിഫ്ലെക്സീവ് ആവണമെങ്കിൽ എ, എ എന്ന് വരണം. അപ്പോൾ നമ്മുടെ എ എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ 1, 2, 3, 4 ആണുള്ളത്. 1, 2, 3, 4 എന്നാണുള്ളത്. അപ്പോൾ എന്ത് വരണം? 1, 1, 2, 2, 3, 3, 4, 4 ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ പറയും ഇതെല്ലാം ഈ റിലേഷൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. ഇതാണ് ബിലോങ്സ് ടു. ബിലോങ്സ് ടു എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ്റെ ഉള്ളിൽ ഉണ്ടാവണം. 1, 1, 2, 2, 3, 3, 4, 4 എന്നുള്ളത് ആ തന്ന റിലേഷനിൽ ഉണ്ടാവണം. നമുക്ക് നോക്കാം. 1, 1 ഉണ്ട്, 2, 2 ഉണ്ട്, 3, 3 ഉണ്ട്, 4, 4 ഉണ്ട്, 4 ഉണ്ട്. 4ഉം ഉള്ളത് കൊണ്ട് ആ റിലേഷൻ ആർ ഈസ് റിഫ്ലെക്സീവ്. ഇങ്ങനെയാണ് നമ്മൾ നോക്കുക. അപ്പോൾ റിഫ്ലെക്സീവ് ആവാനുള്ള കണ്ടീഷൻ ഇതാണ്. 1, 1, 2, 2, 3, 3 അങ്ങനെ എ ബി അങ്ങനെ ഉണ്ടാവണം. അതാണ് റിഫ്ലെക്സീവ്. ഇനി നമുക്ക് 2ാമത്തെ കണ്ടീഷനാണ് സിമ്മട്രിക്. സിമ്മട്രിക് ആവാനുള്ള റൂള്. റിഫ്ലെക്സീവ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സിമ്മട്രിക് ആവണമെങ്കിൽ ഇപ്പോൾ എ ബി എന്ന് പറയുന്ന ഒരാൾ അതിൻ്റെ ഉള്ളിലുണ്ടെന്ന് വിചാരിക്കുക.
എ ബി എന്ന് പറയുന്ന ഒരാൾ റിലേഷൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അത് തിരിച്ചിട്ടതും കൂടി വേണം, ബി കോമ എ എന്നും കൂടി വേണം. ഓക്കെ, നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതാ ഇതിൻ്റെ ഉള്ളിൽ ഇതാ 1 2 എന്നുണ്ട്. 1,2 എന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരെണ്ണം എടുക്കുക കേട്ടോ. ആറിൻ്റെ ഉള്ളിലുള്ള ഒരെണ്ണം എടുക്കുക. അപ്പം ഞാനിതാ 1 2 എന്നുണ്ട്. അപ്പം നേരെ തിരിച്ചിടണം. 2 1 2 1 എന്നുള്ളത് ഇതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് നോക്കിയേ. 2 1 2 1 ഇതിലില്ല. 2 1 ഇല്ല. അപ്പം നമ്മൾ പറയും 1 2 ഉണ്ട്, പക്ഷെ തിരിച്ചിടുന്ന ആൾ ഇതിലില്ല. നോട്ട് ബിലോങ്സ് ടു ആർ. അതുകൊണ്ട് ആർ ഈസ് നോട്ട് സിമ്മട്രിക്. ഇത് സിമ്മട്രിക് അല്ല. ഓക്കെ, ഇതാണ് സംഭവം. ഇപ്പം എ ബി എന്നുണ്ടെങ്കിൽ ബി എ എന്ന് വേണം. ഇപ്പോൾ വേറൊരു എക്സാമ്പിൾ വേണമെങ്കിൽ വേറെ എടുത്തോ. 1 3 1 3 എടുത്തു. 3 1 ഉണ്ടോ എന്ന് നോക്കിയാൽ 3 1 ഇല്ല. ഇനി വേണമെങ്കിൽ ഇതെടുക്കാം. 3 2 3 2 ഉണ്ട്. തിരിച്ചിടുന്ന 2 3 ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് ഇത് സിമ്മട്രിക് അല്ല എന്ന് നമുക്ക് പറയാം. ഇനി ട്രാൻസിറ്റീവ് ആണോ നോക്കാം. ട്രാൻസിറ്റീവ് ആവാനുള്ള റൂൾ ഇതാണ്. ഇപ്പം എ ബി ഉണ്ട്. ആർ എന്ന് പറയുന്ന റിലേഷൻ്റെ ഉള്ളിലുള്ള 2 എണ്ണം എടുക്കുക. ഇപ്പം എ ബി ഉണ്ടെന്ന് വിചാരിക്കേ. ഇനി എടുക്കണത് ബി വെച്ച് തുടങ്ങണതായിരിക്കണം. ബി വെച്ച് തുടങ്ങണതായിരിക്കണം. ഇപ്പം എ ബി എന്നുണ്ട്. എ ബി എന്നുണ്ട്. ഇനി ബി വെച്ച് തുടങ്ങുന്ന ഒരാൾ, ഇപ്പം ബി സി, അങ്ങനെ 2 എണ്ണം എടുക്കുക. ഇത് രണ്ടും ഉണ്ടെങ്കിൽ എ സി ഉണ്ടാവണം. ഈ അറ്റത്ത് വരുന്ന എ സി എന്നുള്ളത് ഉണ്ടാവണം. എ ബി എന്നുള്ള ഒരെണ്ണം എടുത്തു. എ ബി ബി ഈ രണ്ടാമത്തേന്ന് തന്നെ തുടങ്ങണം. ബി സി. അപ്പം എ സി എന്നുള്ളത് വേണം. നമുക്ക് നോക്കാം അങ്ങനെയുള്ള ഏതെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. ഇപ്പം ഞാനിതാ ഇവിടെ നോക്കുകയാണെങ്കിൽ 1 3 ഉണ്ട്. 1 3 നോക്കിക്കോട്ടെ. 1,3 1,3 എടുത്തു. ഇനി 3 വെച്ച് തുടങ്ങണത് എടുക്കണം. 1 3 എടുത്തു. ഇനി ഈ 3 തന്നെ തുടങ്ങണം. ഈ 3 തുടങ്ങണത് 3 2 3 2 എടുത്തു. ഇങ്ങനെ എടുക്കുക. എടുക്കുമ്പോൾ 1 3 എന്നുള്ളത് എടുത്തു. ഞാൻ 1 3 എടുക്കാൻ കാരണം 3 വെച്ച് തുടങ്ങണ 3 2 ഉണ്ട്. കണ്ട, അത് 2 എടുത്തു. 1 3 എടുത്തു. 3 വെച്ച് തുടങ്ങണ 3 2 എടുത്തു. അത് രണ്ടും അതിൻ്റെ ഉള്ളിൽ ഉണ്ടെങ്കിൽ ഏത് വേണം? ഈ 2 അറ്റം 1 2 എന്നുള്ളത് വേണം. 1 2 എന്നുള്ളത് ഉണ്ടോ എന്ന് നോക്കി നിങ്ങൾ. 1 2 ഉണ്ട്. കണ്ടോ? 1 2 ഇങ്ങനെ വന്നതുകൊണ്ട് ഇത് ട്രാൻസിറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈ റിലേഷൻ റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമ്മട്രിക് അല്ല. അതുകൊണ്ട് ഇതൊരു ഈക്വാലൻസ് റിലേഷൻ അല്ല. ഒരെണ്ണം അല്ല, സിമ്മട്രിക് അല്ല. 3ഉം വരണം. 3ഉം വന്നാലാണ് ഈക്വാലൻസ് റിലേഷൻ ആവുള്ളൂ. ഇവിടെ 2 എണ്ണേ വന്നിട്ടുള്ളൂ. റിഫ്ലെക്സീവ് ആണ്, ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ സിമ്മട്രിക് അല്ല എന്നുള്ളത് കൊണ്ട് ദിസ് ഇസ് ആർ ഈസ് നോട്ട് ഈക്വാലൻസ് റിലേഷൻ. ആറ് ഈക്വാലൻസ് അല്ല. ജസ്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ എഴുതണം. അപ്പോൾ ഇത് നമുക്ക് ഒരു 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇത് 2 മാർക്ക് ഇങ്ങനെ എഴുതിയാലേ ഇത് 1 മാർക്ക്, 3 മാർക്കിൻ്റെ ഒരു ചോദ്യമാണ് നമ്മൾ ഫസ്റ്റ് കണ്ടത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇതിൽ ഇങ്ങനത്തെ വേറെ ചോദ്യം ഞാൻ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ആ തൊട്ട് മുമ്പത്തെ വീഡിയോ കണ്ടോളൂ കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാണ്. അടുത്ത ചോദ്യം ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ചോദ്യമാണ്. ദ പ്രിൻസിപ്പൽ വാല്യൂ. ഇങ്ങനൊരു ചോദ്യം എന്തായാലും ഉണ്ടാവും. പ്രിൻസിപ്പൽ വാല്യൂ കണ്ടുപിടിക്കാനുള്ള ചോദ്യം നാളത്തെ പരീക്ഷയ്ക്ക് ഉണ്ടാവും. എനിക്ക് തോന്നുന്നു ഒരു 3-4 മാർക്കിന് പ്രിൻസിപ്പൽ വാല്യൂ കാണാനുണ്ടാവും. പിന്നെ ഇതാ ഒരു പ്രൂഫ് നമുക്കിവിടെ തന്നിട്ടുണ്ട്. കണ്ടോ പ്രൂഫ്. അപ്പം അതിനായിട്ട് നാളത്തെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് പ്രിൻസിപ്പൽ വാല്യൂ കാണാൻ ഒരു ചോദ്യമല്ല, ഒരു 2-3 ക്വസ്റ്റ്യൻ ഉണ്ടാവും. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂവിൻ്റെ ചോദ്യം വന്നാൽ നിങ്ങൾ എത്രയും വേഗം തന്നെ ഇതുപോലൊരു ടേബിള് റഫായിട്ട് സൈഡിൽ എവിടെയെങ്കിലും ഇങ്ങനെ എഴുതി വെക്കുക. ഇങ്ങനെ റഫായിട്ടൊരു ടേബിള് വേഗം പോയിട്ട് എഴുതുക. കാരണം ഇതിൽ നിന്നൊരു 3 ചോദ്യം ഈ ടേബിളിൽ നിന്ന് നമുക്ക് കിട്ടും. ഒരു 6 മാർക്ക് നമുക്ക് പോട്ടെ, ഒരു 4-5 മാർക്ക് നമുക്ക് ഈ ടേബിൾ ഉണ്ടെങ്കിൽ കിട്ടും. അപ്പോൾ ഇങ്ങനെ എഴുതി. ഇനി ഈ ഫസ്റ്റ് റോ മാത്രം നിങ്ങളെ മനസ്സിലുണ്ടാവണം. സൈൻ 0 0. ഇത് 1/2. ഇത് ഇതിൻ്റെ റൂട്ട് 1/√2. ഇവിടെ റൂട്ട് 3/2. ഇവിടെ 1. ഈ ഫസ്റ്റ് റോ മാത്രം നിങ്ങൾ പഠിക്കുക. 0 1/2 1/√2 √3/2 1. ഒക്കെ 2 ആണ് അടിയിൽ, മറക്കണ്ട. മുകളിൽ 1 ആണ്, ഇവിടെ മാത്രമാണ് √3. അത് ഇവിടെ 3 ഉണ്ട് എന്നൊന്ന് ആലോചിച്ച് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുക. കോസ് ചോദിച്ചാൽ ഇവിടെ നിങ്ങളുടെ എഴുതുക. കോസ് ചോദിച്ചാൽ ഈ 1 ഇവിടെ എഴുതുക. തല തിരിച്ച് എഴുതുക. √3/2 1/√2 1/2 0. ടാൻ ചോദിച്ചാൽ ഇത് അങ്ങോട്ട് ഡിവൈഡ് ചെയ്യുക. ടാൻ ചോദിച്ചാൽ 0/1 0.
ഇത് തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം 2ഉം പോയിട്ട് 1ഉം √3 ഉണ്ടാവും. ഇവിടെ √2 പോയിട്ട് 1/1 1. ഇത് ഡിവൈഡ് ചെയ്യുമ്പോൾ 2ഉം 2ഉം പോയിട്ട് √3/1, അതായത് √3. 1/0 നോട്ട് ഡിഫൈൻ. ഇങ്ങനെ ഒരു ടേബിൾ മനസ്സിലുണ്ടാവണം. മനസ്സിലത് എഴുതി വെക്കുക. ഇനി നമുക്ക് എന്ത് പ്രിൻസിപ്പിൾ വാല്യൂ എന്ന് പറഞ്ഞിട്ട് ചോദ്യം വന്നാലും നമുക്ക് മാർക്ക് കിട്ടും. നാളത്തെ മാത്സ് പരീക്ഷയ്ക്ക് നിങ്ങൾ നോക്കിക്കോ, പ്രിൻസിപ്പിൾ വാല്യൂ കാണാൻ എന്തായാലും ചോദ്യങ്ങൾ ഉണ്ടാവും. എനിക്ക് തോന്നുന്നത് ഒരു 3-4 മാർക്കിന് ഉണ്ടാവും. 4 മാർക്ക് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ ഇതൊരു പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിൽ 1 മാർക്കിനേ വന്നിട്ടുള്ളൂ. പക്ഷെ ഓണപരീക്ഷയ്ക്ക് അങ്ങനെയല്ല, ആകെ കുറച്ച് പാടേ ഉള്ളൂ, കുറേ ചോദ്യങ്ങളുണ്ടാവും. അപ്പോൾ പ്രിൻസിപ്പിൾ വാല്യൂ ഓഫ് എന്താ കണ്ടുപിടിക്കേണ്ടത്? പ്രിൻസിപ്പിൾ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2. ഇങ്ങനത്തെ ചിലപ്പോൾ ഒരു 3 ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. മനസ്സിലായോ? കോസ് ഇൻവേഴ്സ്, അങ്ങനെ ഒരു 3-4 ചോദ്യങ്ങൾ ഉണ്ടാവും. എന്തായാലും ഒരു 4 മാർക്ക് ഈ പ്രിൻസിപ്പിൾ വാല്യൂ നമുക്ക് കിട്ടും. അതെങ്ങനെ കാണാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടുത്തെ ചോദ്യം വാട്ട് ഇസ് ദ പ്രിൻസിപ്പിൾ വാല്യൂ ഓഫ് സൈൻ ഇൻവേഴ്സ് ഓഫ് 1/√2 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? സൈൻ എപ്പോഴാണ് 1/√2 വരുന്നതെന്നാണ് ചോദിക്കണേ. പ്രിൻസിപ്പിൾ വാല്യൂ കാണാൻ പറഞ്ഞാൽ സൈൻ എപ്പോഴാണ് 1/√2 വരുന്നത്? സൈൻ എപ്പോഴാണ് 1/√2? സൈൻ 1/√2 എപ്പോഴാണ് വരുന്നത്? π/4ലാണ്. സോ π/4 എഴുതിയാൽ മാർക്കായി. ഇതാണ് പ്രിൻസിപ്പിൾ വാല്യൂ. ഇതോ കോസ് എപ്പോഴാണ് √3/2 വരുന്നത്? π/6ലാണ്. ഇത് എഴുതിയാൽ ആ മാർക്കുകൾ സിമ്പിളായിട്ട് കിട്ടും. അപ്പം ഇതാണ് ഒരു ചോദ്യം. ഇതിലിപ്പോൾ 1 മാർക്കിനെ വന്നിട്ടുള്ളൂ. പക്ഷെ നിങ്ങളത് നോക്കണ്ട. നമുക്ക് മിക്കതും ഒരു 3 മാർക്കിന് 4 മാർക്കിനൊക്കെ പ്രിൻസിപ്പിൾ വാല്യൂവിനെ ബേസ് ചെയ്തിട്ട് ചോദ്യങ്ങൾ ഉണ്ടാവും. ഈ പ്രിൻസിപ്പിൾ വാല്യൂ എന്നുള്ള വേറെ ചോദ്യങ്ങൾ തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഇന്ന് വേറൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഞാൻ വേറെ ക്വസ്റ്റ്യൻസ് പറഞ്ഞിട്ടുണ്ട്. വേണമെങ്കിൽ അത് നോക്കാം കേട്ടോ. ഇതാണ് അടുത്ത ചോദ്യം. പ്രൂവ് ദാറ്റ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു ചോദ്യമാണ്. പ്രൂവ് ദാറ്റ് 2 × സൈൻ ഇൻവേഴ്സ് ഓഫ് x = സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √1 - x². ഇത് പ്രൂവ് ചെയ്യണം. ഈ സൈഡും സെയിം ആണെന്ന് പ്രൂവ് ചെയ്യണം. എക്സ് എന്ന് പറഞ്ഞാൽ -1/√2നും +1/√2നും ഇടയിലാണ് എക്സ്. ഇത്രയും നമ്മൾ തന്നു. അതായത് ഈ 2 ഭാഗം ഈക്വൽ ആയിട്ട് നമുക്ക് കിട്ടണം. ഇതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഇങ്ങനെ വന്നാൽ നമ്മൾ എന്താ ചെയ്യാന്ന് അറിയോ? ഈ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇതിന് തുടങ്ങിയിട്ട് നമുക്ക് നേരെ ഇങ്ങോട്ടേക്ക് എത്തണം. ഇവിടുന്ന് തുടങ്ങുമ്പോൾ നേരെ നമ്മൾ ഈ ലാസ്റ്റിലേക്ക് എത്തും. അപ്പോൾ 2 ഭാഗം ഈക്വൽ ആണ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് തുടങ്ങാം. സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × 1/x² എന്നാണ്. അപ്പോൾ ഇവിടുന്ന് ചെയ്തു വരുമ്പോൾ നമുക്ക് ഇത് കിട്ടും. നോക്കാം. ഇവിടുന്ന് തുടങ്ങിയിട്ട് ഇവിടെ ചെയ്യേണ്ടത്, നിങ്ങൾ എക്സിൻ്റെ ഭാഗത്ത് സൈൻ തീറ്റ കൊടുക്കുക. ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ ഒരു 3 മാർക്കിൻ്റെ ചോദ്യമാണ്. എക്സ് എന്നുള്ള ഭാഗത്ത് സൈൻ തീറ്റ തന്നെ കൊടുക്കുക. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 × എക്സിൻ്റെ അവിടെ എന്ത് കൊടുക്കുക? സൈൻ തീറ്റ. എക്സിന് നമ്മളിതാ സൈൻ തീറ്റ എന്ന് കൊടുക്കാൻ പോവാണ്. അപ്പോൾ എക്സ് സൈൻ തീറ്റ √1 - x² എന്ന് പറഞ്ഞാൽ എന്താ? sin² തീറ്റ. x² ആണ്. എക്സ് എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റയാണ്. അപ്പോൾ sin² തീറ്റ. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ എന്ന് വന്നു. റൂട്ടിൻ്റെ ഉള്ളിലെ 1 - sin² തീറ്റ എന്ന് പറഞ്ഞാൽ അത് cos² തീറ്റയാണ്. അറിയാത്തവർ പഠിച്ചു വെക്കുക. 1 - ഇതൊക്കെ സൈഡിൽ എഴുതി വെക്കുക, പഠിക്കുക. 1 - sin² തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? cos² തീറ്റയാണ്. അപ്പോൾ എക്സിന് സൈൻ തീറ്റ കൊടുത്തപ്പോൾ റൂട്ടിൻ്റെ ഉള്ളിലെ 1 - sin² തീറ്റ എന്ന് പറഞ്ഞു. 1 - sin² തീറ്റ എന്ന് പറഞ്ഞാൽ cos² തീറ്റയാണ്. ഒപ്പം പഠിക്കുക. സോ സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ. ഇവിടെ ഈ റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വരില്ല, അത് വെട്ടിപ്പോവും. റൂട്ടും സ്ക്വയറും എപ്പോഴും ക്യാൻസൽ ചെയ്ത് പോയാൽ ബാക്കി കോസ് തീറ്റ എന്ന് വരും. ഇനി സൈൻ ഇൻവേഴ്സ് ഓഫ് 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അത് സൈൻ 2 തീറ്റയാണ്. ഇതൊക്കെ +1 പഠിക്കുന്ന ഇക്വേഷൻ ആണ്. അതും സൈഡിൽ എഴുതി വെക്കുക. 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ ആരാണ്? സൈൻ 2 തീറ്റയാണ് കേട്ടോ. ഇവിടെ നമുക്കിതാ സൈൻ ഇൻവേഴ്സും സൈനും വെട്ടിപ്പോയാൽ 2 തീറ്റ എന്ന് കിട്ടും. അപ്പം ഇതായിരുന്നു ചോദ്യം. നമ്മുടെ ഈ സൈഡിൽ നിന്നാണ് നമ്മൾ തുടങ്ങി വന്നപ്പോൾ സൈൻ ഇൻവേഴ്സ് ഓഫ് 2x × √1 - x² എന്നാണ് ചോദ്യം. എക്സിന് നമ്മൾ സൈൻ തീറ്റ കൊടുത്തു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ cos² ആയി. റൂട്ടും സ്ക്വയറും വെട്ടിപ്പോയി.
അത് വെട്ടിപ്പോയപ്പോൾ 2 sin തീറ്റ കോസ് തീറ്റ എന്ന് കിട്ടി. ഇത് sin 2 തീറ്റയാണ്. സൈൻ ഇൻവേഴ്സും സൈനും വെട്ടിപ്പോയാൽ വെറും 2 തീറ്റ എന്ന് നമുക്ക് കിട്ടും. അപ്പം നമ്മൾ എക്സിനാണ് സൈൻ തീറ്റ കൊടുത്തത്. എക്സിന് സൈൻ തീറ്റ കൊടുത്താൽ തീറ്റ എന്തായിരിക്കും? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് ആണ്. ഇതിൽ തീറ്റ ചോദിച്ചാൽ ഈ സൈൻ ഇപ്പുറത്തേക്ക് തട്ടും, ഇൻവേഴ്സ് വരും. തീറ്റ തീറ്റ എന്ന് പറഞ്ഞാൽ ആരാ വരിക? സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ്. കണ്ടോ, നമുക്ക് കിട്ടി. നമുക്കിതാ ഈ സൈഡ് കിട്ടി, 2 സൈൻ ഇൻവേഴ്സ് ഓഫ് എക്സ് നമുക്ക് കിട്ടി ചെയ്തു വന്നപ്പോൾ. ഇതാണ് ഈ ഒരു പ്രൂഫ്. നമ്മൾ ചെയ്തു വന്നപ്പോൾ അപ്പുറത്തെ സൈഡ് നമുക്ക് കിട്ടി. ഒന്ന് ചെയ്തു നോക്കുക എല്ലാവരും. ക്ലിയർ ആണോ, മനസ്സിലായോ എന്ന് നോക്കുക. അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കുക. അപ്പോൾ ഇതാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലെ ഒരു ചോദ്യം. അടുത്ത ചോദ്യം നോക്കിക്കോളൂ. എക്സ്പ്രസ് ദ മെട്രിക്സ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്രസ്, ഇത് ഉറപ്പുള്ള ചോദ്യമാണ്. മെട്രിക്സിൽ ഇങ്ങനെ ഒരു ചോദ്യം നമുക്ക് പരീക്ഷയ്ക്ക് എന്തായാലും വരാൻ ചാൻസ് ഉണ്ട്. 4 മാർക്കാണ് ഈ ചോദ്യത്തിന്. കണ്ടോ, 4 മാർക്കിന്റെ ചോദ്യമാണ്. എക്സ്പ്രസ് ദ മെട്രിക്സ് എ ആസ് ദ സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക്. ഈ മെട്രിക്സിനെ സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് ആക്കിയിട്ട് എഴുതുക. ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിന് എന്ത് ചെയ്യണം? 2 ലൈൻ വരയ്ക്കുക. ഇതിനെ സിമ്മട്രിക് മെട്രിക്സും കണ്ടുപിടിക്കുക, അതിൻ്റെ സിമ്മട്രിക് മെട്രിക്സും കണ്ടുപിടിക്കുക, സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സും കണ്ടുപിടിക്കുക. സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സ് 2 കാണണം. സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക് മെട്രിക്സും 2 മെട്രിക്സ് കാണാം. സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ പി, സ്ക്യൂ സിമ്മട്രിക് എന്ന് പറഞ്ഞാൽ ക്യൂ. സിമ്മട്രിക്കും സ്ക്യൂ സിമ്മട്രിക്കും പിയും ക്യൂവും കാണാം. അത് രണ്ടും കൂടി സം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം എ എന്ന് പറഞ്ഞ മെട്രിക്സ് എഴുതി, അതിൻ്റെ ട്രാൻസ്പോസ് എഴുതുക. ആദ്യത്തെ സ്റ്റെപ്പ് അതാണ്. എപ്പോഴും സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് എന്ന് കണ്ടാൽ ഉടൻ തന്നെ ഈ തന്ന മെട്രിക്സിൻ്റെ ട്രാൻസ്പോസ് എഴുതുക. ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇടുക. ഈ റോ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇടുക. ഇപ്പോൾ 3 3 -1. ഇതിങ്ങനെ കൊടുന്ന് താഴത്തേക്ക് ഇടുക. -2 -2 1. ഇതും ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ ഇടുക. -4 -5 2. ഇതാണ് ട്രാൻസ്പോസ്. ഇനി ചെയ്യേണ്ടത് സിമ്മട്രിക് കാണാൻ ആ എ എന്ന് പറഞ്ഞ മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും തമ്മിൽ പ്ലസ് ചെയ്തിട്ട് /2 ചെയ്യാം. എന്താണ് നമ്മൾ ചെയ്തത്? പി എന്ന് പറയുന്ന സിമ്മട്രിക് മെട്രിക്സ് കാണാൻ എ എന്ന് പറഞ്ഞ മെട്രിക്സും അതിൻ്റെ ട്രാൻസ്പോസും കൂട്ടുക, /2 ചെയ്യുക. കൂട്ടിയിട്ട് /2. അപ്പോൾ സ്ക്യൂ സിമ്മട്രിക് കാണാനോ കുറച്ചിട്ട് /2 ചെയ്യുക. ഓക്കെ, ആദ്യം എന്ത് ചെയ്യണം? എയും എ ട്രാൻസ്പോസും നമ്മളിവിടെ എഴുതി വെച്ചു. എന്നിട്ട് സിമ്മട്രിക് കാണാൻ കൂട്ടുക, സ്ക്യൂ സിമ്മട്രിക് കാണാൻ കുറയ്ക്കുക, ലാസ്റ്റ് 2 വെച്ച് ഡിവൈഡ് ചെയ്യണം 2നെ. അപ്പോൾ നമുക്ക് ആദ്യം കൂട്ടിയാലോ. എയും എ ട്രാൻസ്പോസ് ഇവിടെ ഉണ്ട്, കൂട്ടാം. അപ്പോൾ 3ഉം 3ഉം പ്ലസ് ചെയ്യുമ്പോൾ 6, 3ഉം -2ഉം പ്ലസ് ചെയ്യുമ്പോൾ 1, -1ഉം -4ഉം പ്ലസ് ചെയ്യുമ്പോൾ -5, -2ഉം 3ഉം പ്ലസ് ചെയ്യുമ്പോൾ 1, -2ഉം -2ഉം പ്ലസ് ചെയ്യുമ്പോൾ -4, 1ഉം -5ഉം -4, -4ഉം -1ഉം -5, -5ഉം 1ഉം -4, 2ഉം 2ഉം 4. ഇങ്ങനെ പ്ലസ് ചെയ്യുക. അതുപോലെ കുറയ്ക്കുക. 3 -3 0, 3 -2 ഇവിടെ പ്ലസ് ആയിട്ട് 5 ആവും. ഇങ്ങനെ കുറയ്ക്കാൻ അറിയാത്തവർ കാൽക്കുലേറ്ററിൽ ഇട്ടോളോ. -1ൽ നിന്ന് കുറയ്ക്കണം -4. അപ്പോൾ -1 + 4 എന്ന് വരും 3. അതേപോലെ -2ന് കുറയ്ക്കണം 3, -2ന് കുറയ്ക്കണം 3 എന്ന് പറഞ്ഞാൽ -5. -2ൽ നിന്ന് കുറയ്ക്കണം -2, അപ്പോൾ +2 എന്നായിട്ട് 0. 1ന് കുറയ്ക്കണം -5, ഇവിടെ പ്ലസ് ആയിട്ട് 6, 1 + 5 6. -4ന് കുറയ്ക്കണം -1, അപ്പോൾ -4 + 1 എന്ന് വരും -3. -5ൽ നിന്ന് കുറയ്ക്കണം 1 എന്ന് പറഞ്ഞാൽ -6. 2 നെഗറ്റീവ് ഇങ്ങനെ വന്നാൽ കൂട്ടിയിട്ട് നെഗറ്റീവ്. 2ന് കുറയ്ക്കണം 2 0. ഇങ്ങനെ ഓരോന്നും കുറയ്ക്കാൻ അറിയാത്തവർ കാൽക്കുലേറ്ററിൽ ഇട്ടോ. നെഗറ്റീവ്സ് ഒന്നും തെറ്റരുത്. ഇതാണ് നമ്മുടെ പിയും ക്യൂവും. ഓക്കെ, ഇനി എന്ത് ചെയ്യണം? ലാസ്റ്റ് ഇത് രണ്ടും കൂടി പ്ലസ് ചെയ്യണം. ഈ പിയും ക്യൂവും കൂടി പ്ലസ് ചെയ്തിട്ട് എഴുതുക. സം ഓഫ് സിമ്മട്രിക് ആൻഡ് സ്ക്യൂ സിമ്മട്രിക് എന്നാണ്.
അപ്പോൾ രണ്ടിലും ബൈ 2 ചെയ്യാനുണ്ട്. അപ്പോൾ ആ 2 നമുക്ക് ഇങ്ങോട്ട് നീക്കി എഴുതാം, ലാസ്റ്റ് 2 ചെയ്യാം. ഓക്കെ, എന്താ ഞാൻ പറഞ്ഞത്? പിയും ക്യൂവും നമുക്ക് കിട്ടി. ഈ പിയും ക്യൂവും നമുക്ക് ഇതാ ഇങ്ങനെ കിട്ടി. പക്ഷെ രണ്ടും 2 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാനുണ്ട്, അത് ലാസ്റ്റ് ചെയ്യാം. അതിനായിട്ട് ആ ഡിവൈഡ് ചെയ്യാനുള്ളത് ഇങ്ങോട്ട് നീക്കി എഴുതി, 2ന്ന് ഇങ്ങോട്ട് നീക്കി എഴുതി. നമുക്ക് ഇവ രണ്ടാലും പ്ലസ് ചെയ്യാം, പിയും ക്യൂവും പ്ലസ് ചെയ്യാം. 6ഉം 0 6, 1ഉം 5ഉം 6, -5ഉം 3ഉം -2, 1ഉം -5ഉം -4, -4ഉം 0ഉം -4, -4ഉം 6ഉം 2, -5ഉം 3ഉം -8, -4ഉം -6ഉം -10, 4ഉം 0ഉം 4. ഈ കിട്ടിയതിനെ 2 വെച്ച് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6/2 3, 6/2 3, 2/2 1 നെഗറ്റീവ് കൊടുക്കുക. 4/2 2 നെഗറ്റീവ് കൊടുക്കുക. 4/2 2 നെഗറ്റീവ് കൊടുക്കുക. 2/2 1, 8/2 4 നെഗറ്റീവ് ഉണ്ട്. 10/2 5 ആ നെഗറ്റീവ് കൊടുത്തു. 4/2 എന്ന് പറഞ്ഞാൽ 2. ഇത് നമ്മുടെ ചോദ്യമാണ്. കണ്ടോ, നമ്മുടെ ചോദ്യം തന്നെ നമുക്ക് കിട്ടും. കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ചോദ്യം തന്നെ നമുക്ക് കിട്ടും. 3 3 -1 -2 -1 കണ്ട, 3 3 -1 -2. ഈ ചോദ്യത്തിലേക്ക് തന്നെ നമ്മൾ തിരിച്ചെത്തും. ഇതാണ് 4 മാർക്കിൻ്റെ ചോദ്യം. അപ്പോൾ പി കാണുക, സിമെട്രിക് മെട്രിക്സ് കാണുക, പിന്നെ ക്യൂ കാണുക, സ്ക്യൂ സിമെട്രിക് കാണുക, കൂട്ടുക, ഇവിടെ കുറയ്ക്കുക, ബൈ 2 ലാസ്റ്റ് ചെയ്യാം. രണ്ടും കൂടി പ്ലസ് ചെയ്താൽ ഇതാണ് 4 മാർക്ക് കേട്ടോ. ശ്രദ്ധിച്ച് ചെയ്യുക. ഇതൊക്കെ ഒന്ന് എല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും ചെയ്ത് നോക്കുക. ഒരുപാട് തവണ റിപ്പീറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ചോദ്യമാണ്. അടുത്ത ചോദ്യം നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും വരും, അത്രയും ഗ്യാരണ്ടി ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നെക്സ്റ്റ് ചെയ്യാൻ പോണത്. ഇതാണ് ചോദ്യം. കൺസിഡർ ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ. ഇതേപോലെ തന്നെയാണ് വരിക, നമ്പേഴ്സൊക്കെ ഒന്ന് മാറും എന്ന് മാത്രമേ ഉള്ളൂ. ഇതേപോലെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് ചെയ്ത് നോക്കണം. കാരണം ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, 100% ഉറപ്പുള്ള ചോദ്യമാണ്. ഇതാ ഇങ്ങനെ നിങ്ങൾക്ക് തന്നിട്ട് കൺസിഡർ ദ ഫോളോയിങ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ്. ഇത് നിങ്ങൾക്ക് തന്നു. ഇത് തന്നിട്ട് ചോദിക്കുകയാണ് റൈറ്റ് ദ മെട്രിക്സ്. ഒന്നാമത്തെ ചോദ്യം എന്താണെന്നറിയോ? ഒന്നാമത്തെ ചോദ്യം ഇതാണ്, AX = B എന്നുള്ള ഫോമിൽ എഴുതുക. റൈറ്റ് ദ മെട്രിക്സ് ഫോം, ഈ ഫോമിൽ എഴുതുക. രണ്ടാമത്തെ ചോദ്യം ഫൈൻഡ് A ഇൻവേഴ്സ് കാണാം. മൂന്നാമത്തെ ചോദ്യം സോൾവ് ദ സിസ്റ്റം ബൈ മെട്രിക്സ് മെത്തേഡ്. ഇത് സോൾവ് ചെയ്യുക, എക്സും വൈയും സെഡും കാണാം. ഇതാണ് ചോദ്യം. മനസ്സിലായില്ല എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്? സോൾവ് ചെയ്യുക. അപ്പം എന്തൊക്കെ നമ്മളിവിടെ കണ്ടുപിടിക്കണം? ആദ്യം നമ്മൾ ചെയ്യേണ്ടത് AX = B എന്നുള്ള ഫോമിൽ എഴുതുക. രണ്ടാമത്തേത് ഇതിൻ്റെ A ഇൻവേഴ്സ് കാണുക. മൂന്നാമത്തേത് ഇത് സോൾവ് ചെയ്യുക. 6 മാർക്ക്. 1 2 3 6 മാർക്കിൻ്റെ ചോദ്യമാണ് ഇത്. ചിലപ്പോൾ ഇങ്ങനെ സബ് ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാണ്ട് സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ് എന്നും ആയിരിക്കും. ഡയറക്റ്റ് 6 മാർക്ക് കിട്ടും. ശ്രദ്ധിച്ച് ചെയ്യണം, കുറച്ചധികം ചെയ്യാനുണ്ട്. അത്രയും ചെയ്തെങ്കിൽ തന്നെയാണ് 6 മാർക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ A എന്ന് പറയുന്ന മെട്രിക്സിനെ എടുത്തെഴുതുക എന്നുള്ളതാണ്. A എന്ന് പറയുന്ന മെട്രിക്സ്, X എന്ന് പറയുന്ന മെട്രിക്സ്, B എന്ന് പറയുന്ന മെട്രിക്സ് ഒക്കെ ഒന്ന് എടുത്തെഴുതുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, അപ്പോൾ അത് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ഇവിടെ നോക്കുക. ഇത് 3, ഇത് -2 3, അതിങ്ങോട്ട് എഴുതുക. 3 -2 3. ഇത് 2 ഒരു y -1 z. ഇവിടെ 4, ഇവിടെ -3, ഇവിടെ 2. ഇതാണ് A എന്ന് പറയുന്ന മെട്രിക്സ്. ഈ മെട്രിക്സ് ഞാൻ ഇവിടെ ഒന്നും കൂടി എടുത്ത് എഴുതുന്നുണ്ട്, കാരണം നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇത് വേണം. 3 -2 3 2 1 -1 4 -3 2. ഇതൊന്നുകൂടി എടുത്ത് എഴുതാൻ നമുക്ക് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. ഇനി X എന്ന് പറഞ്ഞ മെട്രിക്സിൽ ആരാ വരിക? ഇതിൽ എക്സും വൈയും സെഡ് എല്ലാം ഉള്ളൂ. അപ്പോൾ XYZ എന്ന് എടുത്ത് എഴുതി. ഇതാണ് സോൾവ് ചെയ്യേണ്ടത്. ഈ X ആരാ, Y ആരാ, Z ആരാ എന്നാണ് നമ്മുടെ ചോദ്യം. ഇനി B എന്ന് പറഞ്ഞാൽ ഈ അറ്റത്തുള്ളത് കണ്ടോ, 8 1 4. ഒന്നാമത്തെ ചോദ്യം AX = B എന്നുള്ള ഫോമിൽ എഴുതാൻ എന്ന് പറഞ്ഞാൽ AX എന്ന് പറഞ്ഞാൽ A എടുത്ത് എഴുതുക. കണ്ടോ, A എടുത്തെഴുതി ഇൻറ്റു X എന്ന് പറഞ്ഞാൽ XYZ ആണ്, = B. ഈ ഫോമിൽ അങ്ങോട്ട് എഴുതിയാൽ 1 മാർക്കായി. A എഴുതി, X എഴുതി, B എഴുതി. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് ഇതാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താണ്?
എ എഴുതുക, എക്സ് എഴുതുക, ബി എഴുതുക കേട്ടോ. ഇത് ബി ഇങ്ങനെ നോക്കിയിട്ട് എഴുതൽ എ. രണ്ടാമത്തെ ചോദ്യം എ ഇൻവേഴ്സ് കാണുക എന്നതാണ്. എ ഇൻവേഴ്സ് കാണണമെങ്കിൽ നന്നായി ശ്രദ്ധിച്ചോ. എ ഇൻവേഴ്സ് കാണണമെങ്കിൽ അഡ്ജോയിന്റ് ഓഫ് എ കണ്ടിട്ട് ഡിറ്റർമിനന്റ് ഓഫ് എ വെച്ച് ഡിവൈഡ് ചെയ്യണം. അഡ്ജോയിന്റ് ഓഫ് എ നമുക്ക് ഇവിടെ ചെയ്യാം. ആദ്യം നമുക്ക് എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഇത് നന്നായി ചെയ്ത് പഠിക്കുക. ഇങ്ങനത്തെ ചോദ്യങ്ങൾ വേറെയും ചെയ്യുക. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 6 മാർക്ക് 100% നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എ ഇൻവേഴ്സ് ആണ് കാണാൻ പോകുന്നത്. എ ഇൻവേഴ്സ് കാണാൻ ആദ്യം ചെയ്യേണ്ടത് അഡ്ജോയിന്റ് ഓഫ് എ കണ്ടിട്ട് ഡിറ്റർമിനന്റ് ഓഫ് എ വെച്ച് ഡിവൈഡ് ചെയ്യണം. അഡ്ജോയിന്റ് നമുക്ക് അടുത്തത് കാണാം. ഇപ്പം നമുക്ക് ഇതിൻ്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. ഇതൊരു മെട്രിക്സ് ആണ്. ഈ മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് കാണാൻ എന്താ ചെയ്യുക? ഈ റോ എടുക്കുക. അതിലാദ്യം 3 ആണ്. 3 ഇൻറ്റു 3യുടെ റോയും നോക്കണ്ട, ഇതാണ് റോ. ആ 3യുടെ കോളം നോക്കണ്ട. ഓക്കെ, റോയും നോക്കണ്ട, കോളം നോക്കണ്ട. ബാക്കി നമുക്ക് ആരുള്ളത്? ഇത് 1 ഇൻറ്റു 2 2 മൈനസ് ഇത് തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോഴോ 3 അല്ലേ. 1 ഇൻറ്റു 2 2, നടുവിൽ മൈനസ് കൊടുക്കണം. -1 ഇൻറ്റു -3 എന്താ? 3. അപ്പോൾ ആൻസർ കിട്ടും -1. അപ്പോൾ അതാ -1 എന്ന് കിട്ടി, ബ്രാക്കറ്റിൽ -1. ഇനി അടുത്ത ആൾ -2 ആണ്. അതിന് മുമ്പ് ഒരു മൈനസ് നമ്മൾ കൊടുക്കണം. ആദ്യത്തെ 3 അതുപോലെ എഴുതി, 3 അതുപോലെ എഴുതി, അതിന് റോയും കോളും ക്യാൻസൽ ചെയ്തിട്ട് കിട്ടി. അടുത്ത ആൾക്ക് അടക്കുമ്പോൾ ഒരു മൈനസ് കൊടുക്കുക. ഇനി ആരാ? -2. നടുവിലൊരു മൈനസ് ഉണ്ട്. ഇനി -2ൻ്റെ റോയും കോളും നോക്കണ്ട. 2 ഇൻറ്റു 2 4 മൈനസ് -4 ഇൻറ്റു 4 -4. അപ്പോൾ 8 എന്ന് വരും. രണ്ടും കൂടി 8. അടുത്തത് പ്ലസ്. അപ്പോൾ ആദ്യം പ്ലസ്, പിന്നെ മൈനസ്, ഇനി പ്ലസ്. ഇതാരാ? 3. 3യുടെ റോയും നോക്കണ്ട, കോളും നോക്കണ്ട. 2 ഇൻറ്റു -3. അപ്പോൾ 3 ഇൻറ്റു എന്ന് എഴുതണം കേട്ടോ. 3 ഇൻറ്റു എന്ന് എഴുതണേ. 3 ഇൻറ്റു 2 ഇൻറ്റു -3 -6 മൈനസ് 1 ഇൻറ്റു 4 4, അതായത് -10 എന്ന് വരും. അപ്പോൾ ഇവിടെ -3, ഇവിടെ +16, ഇവിടെ -30, അതായത് -17 ആണ് നമ്മുടെ ഡിറ്റർമിനന്റ് ഓഫ് എ. ഡിറ്റർമിനന്റ് ഓഫ് എ ഈ സ്റ്റെപ്പ് കഴിഞ്ഞു. -17 ഇത് ആവശ്യമുള്ളത് അവിടെ ഇരിക്കട്ടെ. ഇനി അഡ്ജോയിന്റ് ഓഫ് എ കാണാം. അതിനു വേണ്ടി എ എന്ന് പറയുന്ന മെട്രിക്സ് ഒന്നും കൂടി ഞാൻ എടുത്ത് എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇത് നമ്മൾ പറയാം 1 1 എന്ന് പറയുന്ന പൊസിഷനാണ്. 1 1 ഒന്നാമത്തെ റോ, ഒന്നാമത്തെ റോ കോളം. ഇത് 1 2, ഇത് 1 3, ഇത് 2 1, ഇത് 2 2, ഇത് 2 3. ഇതൊക്കെ പൊസിഷൻസിൻ്റെ പേരാണ്. 3 1 3 2 3 3 ഇങ്ങനെ പൊസിഷൻസ് എഴുതി വെക്കുക. ആദ്യം നമ്മൾ കാണാം മൈനറാണ്, മൈനർ. പിന്നെ നമ്മൾ കാണാം അതിൻ്റെ കോഫാക്ടർ. കോഫാക്ടർ നിങ്ങൾക്ക് വേണമെങ്കിൽ C ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ A ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ മൈനർ കോഫാക്ടർ കാണാം. ആദ്യം M11 കാണാം, അപ്പം തന്നെ കോഫാക്ടർ കാണാം. ഇനി അടുത്ത ആളുടെ കാണാം, M12ൻ്റെ കാണാം, അതിൻ്റെ കോഫാക്ടർ കാണാം. പിന്നെ M13 കാണാം. അങ്ങനെ എല്ലാവരുടെയും കാണണം. മനസ്സിലാവുന്നുണ്ടോ? മൈനർ കോഫാക്ടർ. ഇപ്പോൾ 1ൻ്റെ കഴിഞ്ഞു. 1 1 1 2 1 3. ഇതാ 1 1 1 2 1 3. ഇനി ഇതുപോലെ എന്ത് കാണണം? 2 1ൻ്റെ കാണണം, 2 2ൻ്റെ കാണണം, 2 3ൻ്റെ കാണണം, 3 1ൻ്റെ കാണണം, 3 2ൻ്റെ കാണണം, 3 3. എല്ലാവരുടെയും മൈനറും കോഫാക്ടറും കണ്ടുപിടിച്ച് വെക്കണം. അതിൽ നിന്നാണ് നമുക്ക് അഡ്ജോയിൻ്റ് കിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മളിതാ മൈനർ കാണണം. മൈനർ കാണാൻ ഒന്നുമില്ല. ഇതാണ് നമ്മൾ ആദ്യത്തെ ആൾ 1 1 1 1 എന്ന് പറഞ്ഞ പൊസിഷനിൽ 3 ആണ്. ആ 3യുടെ റോയും കോളും നോക്കണ്ട, റോയും കോളും നോക്കണ്ട. 1 ഇൻറ്റു 2 2 മൈനസ് -1 ഇൻറ്റു -3 എന്ന് പറഞ്ഞാൽ 3. അപ്പോൾ ആൻസർ -1. ഇനി ഇതിൻ്റെ കോഫാക്ടർ കാണാൻ പറഞ്ഞാൽ ഇതെന്നെ ഇവിടെ എഴുതുക, ഇതെന്നെ ഇവിടെ എഴുതുക. ഈ ഒന്നും കൂട്ടുമ്പോൾ 2 ആണ്. 2 2 എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പർ ആണ്. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, അവിടെ തന്നെ വെക്കുക. ഈവൺ നമ്പർ വന്നാൽ ഒന്നും ചെയ്യണ്ട. ഓഡ് നമ്പർ ആണെങ്കിൽ ഓപ്പോസിറ്റ് എഴുതുക. ഓക്കെ, നമുക്ക് അടുത്ത് നോക്കാം. M12 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കാണാം. ഓക്കെ, അതിൻ്റെ മൈനർ കാണാൻ പോവാണ്. അപ്പം അതിൻ്റെ റോയും നോക്കണ്ട, കോളും നോക്കണ്ട. കണ്ടോ, രണ്ടാമത്തെ ആൾ ഇതാണ്, ഇതാണ് രണ്ടാമത്തെ ആൾ. അതിൻ്റെ റോയും നോക്കണ്ട, അതിൻ്റെ കോളും നോക്കണ്ട. ഇനി 2 ഇൻറ്റു 2 4. ബാക്കി ഒന്നും നോക്കരുത്. ഈ 2 ഇൻറ്റു 2 4 മൈനസ് -1 ഇൻറ്റു -4 എന്ന് പറഞ്ഞാൽ -4. ഇപ്പം 2 ഇൻറ്റു 2 ചെയ്തു 4
4ൽ നിന്ന് കുറയ്ക്കണം -4, അതായത് പ്ലസ് എന്ന് വരും 8. ഇതാണ് മൈനർ. ഇനി കോഫാക്ടർ എങ്ങനെ കാണാം? ഈ 1ഉം 2ഉം കൂട്ടുമ്പോൾ 3 എന്നാണ്, ഓഡ് നമ്പറാ. ഓഡ് വന്നാൽ ഇവിടെ കിട്ടിയതിൻ്റെ ഓപ്പോസിറ്റ് എഴുതുക. +8 ആണെങ്കിൽ -8. ഇനിയിപ്പോൾ അടുത്ത ആള് 1 3 എന്ന് പറഞ്ഞ പൊസിഷൻ, അതായത് ഇതിൻ്റെ നോക്കാം. അതിൻ്റെ റോയും നോക്കണ്ട, കോളും നോക്കണ്ട. ബാക്കി റോയും നോക്കിയില്ല, കോളും നോക്കിയില്ല. ബാക്കി 2 × -3 എന്താ? -6. -1 × 4 4. അപ്പോൾ നമുക്കിവിടെ കിട്ടും -10. ഇനി ഇവിടെ 1ഉം 3ഉം കൂട്ടുക. കോഫാക്ടർ എങ്ങനെ എഴുതുക? ഈ 1ഉം 3ഉം കൂട്ടിയാൽ 4 ആണ്. 4 എന്ന് പറഞ്ഞാൽ ഈവൺ നമ്പറാണ്. ഈവൺ നമ്പർ വന്നാൽ ഇതന്നെ എഴുതുക. ഓക്കെ. അതുപോലെ M21 അടുത്ത ആളുടെ മൈനർ കാണാം. അതെങ്ങനെ കാണാം? ഇതാണ് അടുത്ത ആള്. അതിൻ്റെ റോയും നോക്കരുത്, കോളവും നോക്കരുത്. ഇനി 2 × -2 -4 -3 × -3 -9. അപ്പോൾ നമുക്ക് -4 + 9 എന്ത് വരും? 5 എന്ന് വരും. അതിൻ്റെ കോഫാക്ടർ എഴുതാം. ഉടൻ തന്നെ അതിൻ്റെ കോഫാക്ടർ എഴുതാം. അപ്പോൾ എന്ത് വരും? 2ഉം 1ഉം പ്ലസ് ചെയ്യുമ്പോൾ 3. ഓഡ് നമ്പർ വന്നാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എഴുതാം. 5 ആണെങ്കിൽ -5. ഇനി ഇവിടെ -5 ആണെങ്കിൽ +5, നേരെ തിരിക്കുക. അതേപോലെ അടുത്ത ആൾ എഴുതുക. M22 എന്ന് പറഞ്ഞത് അതിൻ്റെ റോ നോക്കണ്ട, കോളം നോക്കണ്ട. റോയും നോക്കരുത്, കോളം നോക്കണ്ട. പെൻസിലോണ്ടൊക്കെ കട്ട് ചെയ്തോളൂ കേട്ടോ. 2 × 3 6, -4 × 3 12, അതായത് -6 എന്ന് നമുക്ക് കിട്ടും. അതിൻ്റെ കോഫാക്ടർ എഴുതുമ്പോൾ 2 2 കൂട്ടുമ്പോൾ 4 ആണ്. അപ്പോൾ ഒന്നും ചെയ്യണ്ട. ഈവൺ നമ്പർ വന്നാൽ ഇവിടെ കിട്ടിയത് തന്നെ എഴുതുക. ഈവൺ നമ്പർ വന്നാൽ ഇവിടെ കിട്ടിയ അതേ സംഭവം തന്നെ ഇവിടെ എഴുതുക. ഓഡ് വന്നാലാണ് തിരിക്കേണ്ടത്. ഇങ്ങനെ എല്ലാം കാണുക. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കോഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക. ഈ കോഫാക്ടേഴ്സൊക്കെ നമുക്കിവിടെ ഓർഡറാക്കി എഴുതാം. ആദ്യം -1 കിട്ടി, ഇനി -8 കിട്ടി, -10 കിട്ടി, പിന്നെ -5 കിട്ടി, -6 കിട്ടി. ഇങ്ങനെ എല്ലാത്തിൻ്റെയും ചെയ്യാം. അപ്പോൾ ഒരു മെട്രിക്സിലെ എല്ലാവരുടെയും മൈനർ കോഫാക്ടർ കാണുക. അതിൽ ഈ കോഫാക്ടറുകളെ ഓർഡർ ആക്കിയിട്ട് ഇവിടെ എഴുതാം. കോഫാക്ടർ മെട്രിക്സ് വേണം നമ്മൾ എഴുതാൻ. കോഫാക്ടർ മെട്രിക്സ് എടുത്ത് എഴുതാം. -1 -8 -10, പിന്നെ നമുക്ക് എന്ത് കിട്ടി? -5 -6. ഇനി നമുക്ക് ബാക്കി കിട്ടാൻ പോകുന്നത് ഇവിടെ 1 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കുക. ഇങ്ങനെ നമുക്ക് കിട്ടും കേട്ടോ. ചെയ്ത് നോക്കുക, എല്ലാവരും കംപ്ലീറ്റ് ആയിട്ട് ചെയ്യുക. അപ്പോൾ നമ്മളിവിടെ A ഇൻവേഴ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ചോദ്യത്തിൽ എന്താ? A ഇൻവേഴ്സ് കാണാനാണ്. A ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിൻ്റ് ഓഫ് A ബൈ ഡിറ്റർമിനൻ്റ് ഓഫ് A ആണ്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? അഡ്ജോയിൻ്റ് ഓഫ് A കാണാൻ ആദ്യം നമ്മൾ കോഫാക്ടർ എന്ന് പറയുന്ന മെട്രിക്സ് ആണ് നമുക്ക് ആവശ്യം. അതാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയത്. കോഫാക്ടർ മെട്രിക്സ് ആണ് ഇപ്പോൾ ഇവിടെ കിടക്കുന്ന ഈ സംഭവം. കണ്ടോ? നമുക്കിപ്പോൾ കിട്ടിയത് എന്ത് മെട്രിക്സ് എന്ന് പറയാം? കോഫാക്ടർ മെട്രിക്സ് ആണ്. അപ്പോൾ അഡ്ജോയിൻ്റ് ആണ് നമ്മൾ കാണുന്നത്. അതിനായിട്ട് ആ മെട്രിക്സിലെ ഓരോ മൈനർ കാണുക, അതനുസരിച്ച് ഇപ്പുറത്ത് കോഫാക്ടർ എഴുതുക. ഈ കോഫാക്ടറുകളൊക്കെ നമ്മൾ ഓർഡർ ആക്കി അതേ സ്ഥാനത്ത് കൊടുത്താൽ കോഫാക്ടർ മെട്രിക്സ് ആയി. ഇതിൻ്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിൻ്റ് ഓഫ് A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ തലതിരിച്ച് എഴുതുക. ഈ റോ പിടിച്ച് കോളാക്കുക, ഈ റോ പിടിച്ച് നേരെ താഴത്തേക്ക് ഇടുക. കണ്ടോ? ഈ റോ കോളാക്കുക, ഈ റോ കോളാക്കുക. അങ്ങനെ ട്രാൻസ്പോസ് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? അഡ്ജോയിൻ്റ് കിട്ടുക കേട്ടോ. ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ ഇടുക, ഇങ്ങനെ കൊടുന്ന് ഇങ്ങനെ ഇടുക. അപ്പോൾ അഡ്ജോയിൻ്റ് കിട്ടണമെങ്കിൽ മൈനർ കാണണം എല്ലാവരുടെയും. അതിൻ്റെ ഒപ്പം തന്നെ കോഫാക്ടർ എഴുതുക, അതിനെ മെട്രിക്സ് ആയിട്ട് എഴുതുക. അത് തിരിച്ചിട്ടാൽ അഡ്ജോയിൻ്റ് ആയി. ഇനി നമുക്ക് A ഇൻവേഴ്സ് കാണാം. ഈ പറഞ്ഞ അഡ്ജോയിൻ്റ് ഓഫ് Aനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യണം? ഡിറ്റർമിനൻ്റ് ഓഫ് A വെച്ച് ഡിവൈഡ് ചെയ്യണം. ഡിറ്റർമിനൻ്റ് ഓഫ് A വെച്ച്, ഇതാണ് A ഇൻവേഴ്സ് കാണാനുള്ള വഴി. A ഇൻവേഴ്സ് കാണാൻ എന്താ ചെയ്യുക? അഡ്ജോയിൻ്റ് കിട്ടി. ഇപ്പോൾ ഇത് തല തിരിച്ചിട്ടപ്പോൾ അഡ്ജോയിൻ്റ് കിട്ടി. അതിനെ ഡിറ്റർമിനൻ്റ് ഓഫ് A വെച്ച് ഡിവൈഡ് ചെയ്യുക. ആരാ ഡിറ്റർമിനൻ്റ് ഓഫ് A? -17 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമ്മുടെ A ഇൻവേഴ്സ് ആയി. ഓക്കെ. അപ്പോൾ ഇവിടെ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ -17 കൂടി നീക്കിയിട്ടാൽ മതി. 17 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ A ഇൻവേഴ്സ്. കണ്ടോ? അഡ്ജോയിൻ്റ് എഴുതി. അഡ്ജോയിൻ്റ് എഴുതാൻ കോഫാക്ടർ വേണം കേട്ടോ.
കോഫാക്ടർ മെട്രിക്സിൻ്റെ ഓപ്പോസിറ്റ് തല തിരിച്ചിട്ടാൽ അഡ്ജോയിൻ്റ് ആയി, അഡ്ജോയിൻ്റ് ഡിറ്റർമിനൻ്റ് ഓഫ് എ വെച്ച് ഡിവൈഡ് ചെയ്താലാണ് എ ഇൻവേഴ്സ് ആവുക. ഇനി അതിൽ സി ക്വസ്റ്റ്യൻ ആണ് സോൾവ് ചെയ്യുക. സോൾവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എക്സ് കണ്ടുപിടിക്കാന്നാണ്. ഏതാണ് എക്സ് എന്ന് ഓർമ്മ ഉണ്ടോ? ഈ എക്സ്, ഇത് ഈ എക്സ് കാണാൻ നമ്മൾ ചെയ്യേണ്ടത് ഈ കിട്ടിയ എ ഇൻവേഴ്സിനെ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ എ ഇൻവേഴ്സ്, ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്, ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. എടുത്ത് എഴുതിക്കോ, 17 ഒപ്പം പോരട്ടെ. ഇത് മൊത്തമാണ് എ ഇൻവേഴ്സ്. ഈ എ ഇൻവേഴ്സിനെ ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. ആരാണ് ബി? ബി നമ്മൾ എടുത്ത് എഴുതിയിട്ടുണ്ട്. ഈ അറ്റത്ത് വരുന്നതാണ് ബി. 8, 1, 4. 8, 1, 4. ഇത് തമ്മിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. ഇതാണ് എ ഇൻവേഴ്സ്, ഇതാണ് ബി. ഇവർ തമ്മിൽ എന്ത് ചെയ്യണം? മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക? എ എക്സ് കിട്ടുക. ഞാനത് ഇവിടെ ഒരു പേജിൽ ചെയ്ത് കാണിക്കാം. അതായത് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ട. എക്സ് ആണ് എന്ത് ചെയ്യണം? ഈ എ ഇൻവേഴ്സും, ഇതാണ് എ ഇൻവേഴ്സ്, ബി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ -17 അവിടെ നിൽക്കട്ടെ, ഇതവിടെ നിൽക്കട്ടെ. നമുക്ക് ആദ്യം മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് തമ്മിൽ എങ്ങനെയാണ് മൾട്ടിപ്ലൈ ചെയ്യാന്ന് അറിയോ? ഇതാണ് നമുക്ക് തന്നിരിക്കുന്നത്. -1, -1, -5, -1, -8, -6, 9, -10, 1, 7. ഇതാണിത്. ഇത് ബി ആണ്. 8, 1, 4. ഇത് തമ്മിൽ അങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്താ ചെയ്യുക? ഇതൊരു 3x3 മെട്രിക്സും ഇത് 3x1 ആണ്. ഇത് 3 റോ 3 കോളം, ഇത് 3 റോ ഒറ്റ കോളാണ്. അപ്പോൾ ഈ 2 ഭാഗം സെയിം ആണ്. അപ്പോൾ വരാൻ പോണത് ഒരു 3x1 മെട്രിക്സ് ആയിരിക്കും. ഓക്കെ, ഇവിടെ 3, ഇവിടെ 3. അപ്പോൾ കിട്ടാൻ പോണത് ഈ 2 അറ്റം 3x1 എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാൻ പോണത്. എങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക? 3x1 എന്ന് പറഞ്ഞാൽ 3 റോ ഒറ്റ കോളം, അതായത് A11, A21, A31 ആണ് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടാൻ പോകുന്നത്. അപ്പോൾ A11 എങ്ങനെ കാണാം? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം തമ്മിൽ ഇൻറ്റു ചെയ്യുക. എങ്ങനെ ചെയ്യുക? -1 × 8, -8, -5 × 1, -5, -1 × 4, -4. അപ്പോൾ നമുക്ക് -13ഉം -4ഉം കൂടി -17 എന്ന് ഒന്നാമത്തെ ആളെ കിട്ടും. കണ്ടോ? -17 എന്ന് ഒന്നാമത്തെ കിട്ടും. രണ്ടാമത്തെ എങ്ങനെ കാണാം? A21, 2ഉം 1ഉം. -8 × 8, -64. 6, -6 × 1, -6. 9 × 4, 36. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്തായിരിക്കും ആൻസർ വരിക? -64ഉം -6ഉം കൂടി പ്ലസ് ചെയ്യുമ്പോൾ -70 എന്ന് വരും. -70 നിന്ന് 36 പോയാൽ ബാക്കി 34 എന്ന് നമുക്ക് ഇവിടെ വരും. ഓക്കെ, ഇങ്ങനെ വരും. -34 എന്ന് വരും. ഓക്കെ, ഇത് ചെയ്യാം കേട്ടോ. ഇനി A31 എന്ന് പറഞ്ഞാൽ 3ഉം 1ഉം. -10 × 8, -80. 1 × 1, 1. 7 × 4, 28. ഇത് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ -51 എന്ന് വരും. ഓക്കെ, -51. അപ്പോൾ ഇതാ -17, -34, -51 നമുക്കിവിടെ വരും. കണ്ടോ? ഈ 2 മെട്രിക്സുകളെ മൾട്ടിപ്ലൈ ചെയ്താൽ 1/-17 ആദ്യം -17, -34, -51 എന്ന് വരും. ഇത് ശ്രദ്ധിച്ച് ചെയ്യുക. ഇതാ ഈ 2 മെട്രിക്സ് എഴുതി. അപ്പോൾ കിട്ടാൻ പോണത് 3/1 ആണ്. 1, എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, 2, 1 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് റോ ഫസ്റ്റ് കോളം. അങ്ങനെ ഇൻറ്റു ചെയ്യുക. 3, എന്ന് പറഞ്ഞാൽ തേർഡ് റോ ഫസ്റ്റ് കോളം. അങ്ങനെ ഓരോന്ന് ഇൻറ്റു ചെയ്യുക കേട്ടോ. ഇനി ഡിവൈഡ് ചെയ്താൽ എക്സ് കിട്ടി. -17/17 എന്താ? 1. 34/17 എന്താ? 2. 51/17 എന്താ? 3. അപ്പോൾ നമുക്ക് എക്സ് കിട്ടി. x1, y2, z3. 1, 2, 3 ആണ് XYZ. 6 മാർക്കിൻ്റെ ചോദ്യമാണ്. കുറച്ചധികം ചെയ്യാനുണ്ടെന്ന് അറിയാം. ഇത് ചെയ്തേ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എ എഴുതുക, എക്സ് എഴുതുക, ബി എഴുതുക. എക്സ് കാണണമെങ്കിൽ A ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. എക്സ് കാണണമെങ്കിൽ A ഇൻവേഴ്സ് ഇൻറ്റു ബി ആണ്. A ഇൻവേഴ്സ് കാണാൻ അഡ്ജോയിൻ്റ് വേണം, ഡിറ്റർമിനൻ്റ് വേണം. അത് തമ്മിൽ ഡിവൈഡ് ചെയ്താലാണ് A ഇൻവേഴ്സ് ആവുള്ളൂ. അതിനെ B വെച്ച് മൾട്ടിപ്ലൈ ചെയ്താലാണ് അതാവുള്ളൂ. അപ്പോൾ ഇതൊക്കെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നമുക്കിനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം. താങ്ക് യു.